മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ. അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ. അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ. അറബികൾക്കിടയിൽ ജീവിച്ച സാധാരണ അറബി പയ്യനാണത്രേ ആരംഭ റസൂലുള്ളാഹി ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉറുബിൻ വമിൻ അജമീ. ലോകത്തിലുള്ള മുഴുവൻ ചരാചരങ്ങളുടെയും നേതാവാണ്. ജീവനുള്ള വസ്തുക്കൾ, ജിന്നുകളാവട്ടെ, മലക്കുകളാവട്ടെ, മനുഷ്യരാവട്ടെ, എല്ലാവരുടെയും നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. മുസ്ലിം ലോകം റസൂലിനെ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. പുത്തൻവാദികൾ റസൂലിനെ അപമാനപ്പെടുത്തുന്നു എന്നാണ് മുജാഹിദ് പറഞ്ഞു. ഇപ്പൊ അപമാനപ്പെടുത്തുന്നവരാരാ? മുജാഹിദ് നേതാവ് അക്ബർ മൗലവി തന്നെ. റസൂലുള്ളാഹി തങ്ങൾ ജനിക്കുന്ന സന്ദർഭത്തിൽ അസാധാരണ വ്യക്തിത്വമുള്ളവരാണ്. വളർന്നു വലുതാകുന്നത് അസാധാരണ സംഭവമുള്ളവരായിട്ടാണ്. നുബുവത്ത് എത്തുന്നതിന് മുമ്പും റസൂലുള്ളാഹി തങ്ങൾക്ക് ഒട്ടേറെ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം, അള്ളാഹുവിന്റെ റസൂലിനോട് കല്ലുകൾ സലാം പറയുന്നു. എപ്പോ? ഖബല അൻ ഉബ്അസ, ഞാൻ നബിയായി നിയുക്തനാകുന്നതിന് മുമ്പ്, നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ റസൂലുള്ളാഹിനോട് കല്ലുകൾ സലാം പറയുന്നു. വൽ വഹ്ശു വൽ അശ്ജാറു ഖസ്സജദത് ലഹു വഅലൈഹി ഖസ്സൽനംന ബഅദ തശഹുദി. ആരംഭ റസൂലുള്ളാഹി തങ്ങളോട് കല്ലുകൾ, മരങ്ങൾ, മൃഗങ്ങൾ വരെ സലാം പറയുന്നു. മൃഗങ്ങൾ നാക്കാലികളാണ്. അവർക്കറിയാം അള്ളാഹുവിന്റെ റസൂൽ സാധാരണക്കാരനല്ല, അസാധാരണക്കാരനാണ്. നാക്കാലികൾക്ക് വരെ അതറിയാം. പക്ഷേ ഈ ഇരുകാലിക്ക് അതറിയുന്നില്ല. അയാൾ 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും? ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തന്ത തെറിച്ചുപോയി. അവിടുന്ന് തന്നെ തുടങ്ങാം. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരേറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എന്നല്ല പറയാ. അറിഞ്ഞാല് ഇതാ ആളില്ലേ, നമ്മൾക്കുള്ളതൊക്കെ ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും, എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീഡ് ഉണ്ടായതും ഇവ ഉണ്ടായതിന്റെ ശേഷം, ആ ദജ്ജാൽ ഉണ്ടല്ലോ, ഓ ഉണ്ടായതിന്റെ ശേഷമുള്ള പ്രശ്നം മുഴുവൻ പറയാറില്ല. ഉള്ളിലുണ്ട്, മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്. മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്. ശരി തന്നെ, ഉള്ളിൽ മാത്രമല്ല, ചില ആൾക്കാർ പറയാറുമുണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ആരംഭ റസൂലിനെ കുറിച്ചാണ് ഈ മൗലവി പറയുന്നത്. ഇനി നിങ്ങൾക്കറിയോ, മുജാഹിദ് നേതാവ് സുഹൈർ ചുങ്കത്തറ അയാൾ പറയുന്നത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്, അതുപോലെ മൂസാ നബിയെ കുറിച്ചൊക്കെ പറയുന്നത് എന്താ? മൂസാ നബിയെ കുറിച്ച് പറയുന്നു, മൂസാക്കയാണ്, മൂസാ നബിയല്ല. മൂസാ നബിയല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. നബി മൂസാ നബിയല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. മൂസ സാഹിബ്, മൂസാക്ക, മൂസ സാഹിബ് നബിയല്ല, മൂസാ നബിയാണ് ഈ പറയുന്നത്. ഇനി നിങ്ങൾക്കറിയണം, റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറയുന്നത് മഅമാക്കാൻ. സുബ്ഹാനല്ലാഹ്, പറയട്ടെ. രാത്രി ഇരുട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഅമാക്ക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഅമാക്ക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഅമാക്ക. കണ്ടോ, മഅമാക്ക. റസൂലുള്ളാഹിനെ ബഹുമാനിച്ചിട്ടുള്ള പുത്തൻവാദികൾ നബിയെ അപമാനപ്പെടുത്തുന്നു. നേതാവ് പറയാം, ഔലിയാക്കന്മാരുടെ സ്വാലിഹീങ്ങളുടെ ശുഹദാക്കളുടെ മാർഗം വിട്ടിട്ട് പുത്തൻ വാദങ്ങളിലേക്ക് ഇന്ന് സമൂഹം വ്യാപകമായിരിക്കുകയാണ്. സമൂഹം മഹാന്മാരെ അനാദരിക്കുകയാണ്, മഹാന്മാരെ നിന്ദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഏതുവരെ എന്നറിയാമോ? മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വേണ്ടി ജീവിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹു വേണ്ടി മരിച്ചു. മരണ സന്ദർഭത്തിൽ പോലും അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് നമുക്ക് ഓർമ്മ നൽകി. ആ മുത്ത് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുകയാണ് പുത്തൻവാദികളായ ആളുകൾ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുകയാണ് പുത്തൻവാദികളായ ആളുകൾ. അപമാനിക്കുകയാണ് പുത്തൻവാദികൾ.